പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് സൂറത്തു അൽ-മാഇദയിലെ 103-ാമത്തെ വചനവുമായിട്ടാണ്. അൽ-മാഇദ എന്ന് പറയുന്ന അധ്യായത്തിലെ 5-ാമത്തെ അധ്യായമായ അൽ-മാഇദയിലെ 103-ാമത്തെ വചനവുമായിട്ടാണ്. അതിൻ്റെ ആശയപരമായ, അതിൻ്റെ വൈജ്ഞാനികമായ, അറബിയിൽ പറഞ്ഞ മഅരിഫത്തിന്റെ വായനയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നർത്ഥം. അതിൽ എനിക്കറിയാവുന്ന അറിവ് നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇതിന്റെ ചരിത്രപരമായ വായന, പദാർത്ഥ തലത്തിലുള്ള വായന, പാരമ്പര്യ വായന, ബാഹ്യമായ വായന, അത് എൻ്റെ സഹോദരങ്ങൾക്കറിയാം. അത് ദൈവത്തിന് ബലി നേർച്ചയാക്കുന്ന മൃഗങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ പാരമ്പര്യ വായന. ആ മൃഗങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ബഹീറത്ത് എന്ന് പറഞ്ഞാൽ 5 പ്രസവിച്ചത് അല്ലെങ്കിൽ 10 പ്രസവിച്ചത് ആയ ഒട്ടകം എന്നാണ് പറയപ്പെടുന്നത്. ചില ആളുകൾ, ചില മുഫസ്സിറുകൾ 5 എന്ന് എഴുതിയിട്ടുണ്ട്, ചില മുഫസ്സിറുകൾ 10 എന്ന് എഴുതിയിട്ടുണ്ട്. ഏതായാലും പ്രസവിച്ച ഒട്ടകങ്ങളെയാണ് നേർച്ചയാക്കുന്നത്. അത് അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വസീലത്തും വേറൊരു തരം ഒട്ടകം, പിന്നെ സായിബത്ത് വേറൊരു തരം ഒട്ടകം. അതൊക്കെ നിങ്ങൾ പരിഭാഷ നോക്കി മനസ്സിലാക്കുക. വസീലത്ത് എന്ന് പറഞ്ഞാല് ആണിനെയും പെണ്ണിനെയും ഇരട്ട പ്രസവിച്ച ആട് എന്നൊക്കെ വിശദീകരണം വന്നിട്ടുണ്ട്. സായിബത്ത് അലഞ്ഞ് മേഞ്ഞ് നടക്കുന്ന കൂറ്റൻ മൃഗം. അങ്ങനെയൊക്കെയാണ് അതിന്റെ വിശദീകരണം. ഇതൊന്നും അള്ളാഹു നിശ്ചയിച്ചതല്ല എന്നുള്ളതാണ് അതിന്റെ ചരിത്രപരമായ വായന, അതിന്റെ പദാർത്ഥ തലത്തിലുള്ള വായന. അത് വേണ്ട സഹോദരങ്ങൾക്ക് ആ വ്യാഖ്യാനവും ആ വിശദീകരണവും എടുക്കാം. നമ്മളതിൻ്റെ ആന്തരികമായ, ആധ്യാത്മികമായ വായനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് നമ്മൾ ഈ വചനത്തിന്റെ തൊട്ട് മുമ്പുള്ള വചനം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അത് വിശദീകരിക്കുന്നില്ല. ഇതിന് തൊട്ട് മുമ്പുള്ള വചനത്തിൽ പറയുന്ന വിഷയം എന്താണെന്നൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട്. അതിൽ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലു അൻ അശ്യാഇൻ ഇൻ തുബ്ദ ലക്കും തസൂക്കും എന്നാണ്. നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിനെ കുറിച്ചാണ്. വ്യക്തമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിനെ കുറിച്ച്, അത് അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ തുടർന്നുള്ള വചനങ്ങൾ നമ്മുടെ ചിന്താപരമായ, ബുദ്ധിപരമായ അന്വേഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതാണ് വഇൻ തസ്അലു അൻ ഹീന യുനസ്സലുൽ ഖുർആനു എന്ന് പറയുന്നത്. നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും നിങ്ങൾ വായിച്ചെടുക്കുകയും അത് ആ ജ്ഞാനങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ഇസ്തിഖ്റാഉൽ ഹഖായിഖ്, അതാണല്ലോ ഖുർആന്. ഹഖായിഖുകളെ, യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ ഇസ്തിഖ്റാ വായിച്ചെടുക്കുന്ന വേളയിൽ നിങ്ങൾ കാര്യങ്ങളെ സൂക്ഷ്മമായി അന്വേഷിക്കുകയും അവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വെളിപ്പെടുത്തപ്പെടും, നിങ്ങൾക്കത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അന്വേഷണാത്മകമായ മനസ്സ്, ചിന്ത, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുനസ്സലുൽ ഖുർആനു ഹീന യുനസ്സലുൽ ഖുർആനു, യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നമ്മുടെ ബുദ്ധിയിലേക്കും ചിന്തയിലേക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അന്വേഷണത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടും.
നിങ്ങൾക്ക് വെളിവാക്കപ്പെടും എന്നാണ് പറയുന്നത്. ഈ വിഷയം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഇത് പറയുന്നത്. മാ ജഅലല്ലാഹു, ഇത് പറഞ്ഞതിന് ശേഷം, ഈ വചനത്തിന് ശേഷമാണ് മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം, അന്വേഷിക്കണം, പഠനങ്ങൾ നടത്തണം, ഹഖായിഖുകൾ ഇസ്തിഖ്റാ വായിച്ചെടുക്കണം. അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ നമ്മളിലേക്ക് ഖുർആൻ യാഥാർത്ഥ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യപ്പെടും. എവിടേക്ക്? നമ്മുടെ ചിന്തയിലേക്ക്, ബുദ്ധിയിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് അതിനുള്ള വഴി എന്നാണ് പറയുന്നത്. അല്ലാതെ ബഹീറത്ത് അല്ലാഹു ആക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമങ്ങളും ചോദ്യങ്ങളും അന്വേഷണങ്ങളും നടത്തുന്നതിന് പകരം യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറുക്കു വഴികളില്ല എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. അതിന്റെ മൊത്തത്തിലുള്ള ആശയം അതാണ്. ഇനി ഓരോ വാക്കിന്റെയും അർത്ഥം ഞാൻ വിശദീകരിക്കാം. നമ്മളൊരു വിഷയത്തെക്കുറിച്ച്, ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇസ്തിഖ്റാ വായിച്ചെടുക്കുമ്പോൾ അത് അതിൻ്റെ ശരിയായ തലത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി വായിച്ച് എടുത്ത് ആ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്നാണ് ആ പറയുന്നത്. അല്ലാതെ അതിന് വെറായ വഴികൾ, കുറുക്കു വഴികൾ, എളുപ്പ വഴികളില്ല എന്നാണ് ഈ തുടർന്നുള്ള വചനത്തിൽ പറയുന്നത്. അതിൽ അള്ളാഹു ബഹീറത്തിനെ അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടില്ല എന്ന് പറയുന്നത് അതാണ്. ഈ വാക്ക് എവിടുന്നുണ്ടായത്? എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കും. ബഹീറത്ത്, ബുഹൈറത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്? ബഹർ എന്ന വാക്കിൽ നിന്നാണ് ആ വേർഡ് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, മുസ്ഹഫിൽ ഒട്ടകം തന്നെയുള്ളൂ. ഖൈൽ ഒട്ടകം, ജമൽ ഒട്ടകം, ഇബിൽ ഒട്ടകം, ബുധൻ ഒട്ടകം, ലാമിർ ഒട്ടകം. ഇപ്പൊ ഇതിൽ തന്നെ 4 വാക്കുകൾ: ഒട്ടകം, ലഹൻ ഒട്ടകം. ഇങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളെ കുറിച്ചുള്ള, ബിഹാൽ ഒട്ടകം, ഒട്ടകങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ അതിൽ പറയണത്. പക്ഷെ നമ്മൾ പറയുന്ന ഖുർആനിൽ ഒരു വാക്ക് പോലും ഒട്ടകത്തിനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ലാമിറൊക്കെ നമ്മൾ ഒരിക്കൽ പരിശോധിച്ചു, മെലിഞ്ഞ ഒട്ടകമല്ല. ഇനി ബുധനും പിന്നീട് പരിശോധിക്കും നമ്മൾ. ഇവിടെ ബഹീറത്ത് എന്നുള്ള വാക്കാണ്. ബഹ്റുൻ എന്ന വാക്കിൽ നിന്നാണ്, എന്ന വേർഡിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ആദ്യം അതിന്റെ 2 അക്ഷരം ഹുർ എന്നുള്ളതാണ്. ഹാവും റാവുമാണ്. നമ്മൾ സ്വതന്ത്രമാകുക, കാഴ്ചപ്പാടിനെയും വിജ്ഞാനത്തെയും സ്വതന്ത്രമാക്കുന്നതാണ് ഹുർ. അതിൽ ബാ ചേരുമ്പോഴാണ്, ബാ പ്ലസ് ഹാ ആണ് ബഹർ. അറിവിന്റെ, ജ്ഞാനത്തിന്റെ സാഗരം എന്നാണ് അതിന്റെ അർത്ഥം. പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹർ എന്ന് പറയുന്ന വിജ്ഞാനത്തിന്റെ, അറിവിന്റെ സാഗരം. സാധാരണ നമ്മൾ ജലം, വെള്ളത്തോടു കൂടിയുള്ള ആ സമുദ്രത്തിനും ബഹർ എന്ന് തന്നെയാണ് പറയാറുള്ളത്. അത് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ബാഹ്യമായ അല്ലെങ്കിൽ പദാർത്ഥ തലത്തിൽ അങ്ങനെയാണെങ്കിലും ഖുർആനിന്റെ ബാത്തിനിയായ തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് അറിവിന്റെ സാഗരമായിട്ടാണ് ബഹറിനെ നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത്, വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് കുല്ലൗക്കാനൽ ബഹ്റു മിദാദല്ലി കലിമാത്തി റബ്ബി എന്ന് പറയുന്നത്. അതാണ്. അപ്പോ ആ അറിവിന്റെ സാഗരത്തെ ബുഹൈറത്താക്കുകയാണ് ചെയ്യുന്നത്, ബഹീറത്താക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബഹീറത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നെഹ്റുൻ എന്ന് പറയുമ്പോൾ നദി എന്നാണ്. അതിനെ നുഹൈർ എന്നാക്കുമ്പോ കൊച്ചു നദിയാണ്. കൊച്ചു നദി എന്ന് പറയുമ്പോൾ തോട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ജമീൽ, ജുമൈല എന്ന് ഇടും നമ്മൾ. സഹർ, പൂവ്. അതിനെ സുഹൈർ അല്ലെങ്കിൽ സുഹൈറ എന്നിടും. അതിനെ തസ്ഗീറാക്കുകയാണ് ചെയ്യണത്. അറബിയിൽ അങ്ങനെ പറയാം, ചെറുതാക്കുക. അതിന് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ, അപ്പൊ ബഹ്റിനെ
വിജ്ഞാനത്തിന്റെ വിശാലമായ സാഗരത്തെ, അതിവിശാലമായ അനന്തമായ സാഗരത്തെ ഏതെങ്കിലും പരിമിതമായ ഒരു ജ്ഞാനത്തിന്റെ തലത്തിൽ അള്ളാഹു അതിനെ ഒതുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വിജ്ഞാനത്തിന്റെ സാഗരം തന്നെ നിങ്ങൾ തേടി അന്വേഷിച്ച് അതിലെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. അതിനെ ബഹീറത്താക്കി മാറ്റിയിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബഹറിൽ നിന്ന് ബഹീറത്ത് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത്, നെഹറിൽ നിന്ന് നുഹൈർ ഉണ്ടാകുന്നത്, സഹറിൽ നിന്ന് സുഹൈർ ഉണ്ടാകുന്നത്, ഇങ്ങനെ ഓരോ വാക്കുകളും അറബിയിൽ അതിനെ ഭാഷ അറിയുന്ന എൻ്റെ മഹാജ്ഞാനികൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവുമ്പോൾ അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മാഷ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത്. തസ്ഗീറാക്കാനുള്ള ഒരു രൂപമാണത്. തസ്ഗീറാക്കുക, ചെറുതാക്കുക, സഗീറാക്കുക എന്നർത്ഥം. അതിന്റെ അനന്തമായ വിശാലമായ ആ തലത്തെ അതിനെ പരിമിതമായ ഒരു തലത്തിലേക്ക് കൊച്ചു ഇടത്തേക്ക് അതിനെ ചുരുക്കി കൊണ്ടുവരിക. അങ്ങനെ വിജ്ഞാനത്തിന്റെ സാഗരത്തെ നിങ്ങൾ ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹു ആക്കിയതല്ല, അള്ളാഹു നിശ്ചയിച്ചതല്ല അത് എന്നുള്ളത്. പിന്നെ എന്താണ് അള്ളാഹു നിശ്ചയിച്ചത്? അള്ളാഹു എന്ന് പറയുന്നത് അവൻ അനന്തമായ അതിവിശാലമായ അറിവിന്റെ സാഗരം തന്നെ നിങ്ങൾ അന്വേഷിച്ചു പോയി അതിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തണം എന്ന്, അതാണ് അള്ളാഹു ആക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് വല സായിബത്തിൻ. സായിബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ, ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഒരു വിഷയം അന്വേഷിക്കുകയാണ്. ആ വിഷയത്തിന്റെ കളിയ നമ്മളൊരു വിഷയത്തിൽ ഇപ്പോ നമ്മളിപ്പോ ഇതൊക്കെ കണക്കിലൊക്കെയാണ് അത് ഏറ്റവും ആപ്റ്റ് ആകുക. ഒരു പ്രോബ്ലം തന്നാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക, അതാണ് കളിയ. ആ പ്രശ്നത്തിന്റെ മുഴുവൻ പരിഹാരവും കണ്ടെത്തുന്നതിലേക്ക് അതിൽ എന്തൊക്കെ ഉള്ളടക്കമുണ്ടോ ആ ഉള്ളടക്കത്തിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ എത്താത്ത അവസ്ഥ, അതും അള്ളാഹു നിശ്ചയിച്ചതല്ല. അതാണ് വല സായിബത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ നോക്കൂ, ഇത് ക്ലോസ് ചെയ്തിട്ടാ പറയുന്നത്. ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റൂല എന്നാ പറയുന്നത്. അത് അറിവ് അനന്തമായി കിടക്കുന്ന അറിവാണ്. അതാണ് അതുമുൽ വസൂലാണ് എന്നർത്ഥം. നമ്മൾ ചെന്ന് ചേരാതിരിക്കുക. എവിടേക്ക്? ഇലാ മളുമൂനിൽ കളിയ. ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയും ആ പ്രശ്നത്തിൽ എന്തൊക്കെയാണ് ഉള്ളടക്കം എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയും അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുന്നതിലേക്ക് നമ്മൾ അന്വേഷണവും പഠനവും ചെന്നെത്താതിരിക്കുക എന്നുള്ളതും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അത് അങ്ങനെ എളുപ്പ വഴിയിലൂടെ അത് അന്വേഷിച്ച് കണ്ടെത്തി എന്ന് തന്നെയാണ് അതിന് പരിഹാരമുള്ളൂ. വേറെ എളുപ്പ വഴി അതിനില്ല എന്നാണ് പറയുന്നത്. അതാണ് സായിബത്ത്. അതുപോലെ തന്നെ വസീലത്ത് എന്ന് പറയുന്നത് നമ്മുടെ വസലാണ്. വസലും ഫസലും എന്ന് കേട്ടിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾ. വസലിന്റെ ഹംസ, ഫസലിന്റെ ഹംസ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. വസൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേർക്കുക, സിൽസില ചേർക്കുക, കണ്ണി ചേർക്കുക. ഫസൽ എന്ന് പറഞ്ഞാൽ ആ കണ്ണി വേർപെടുത്തുക. ഫഹ്റജ് എന്ന് പറയുമ്പോൾ ആ ഹംസ അവിടെ വസലിന്റെ ഹംസയാണ്. ഫഅഖ്റജ എന്ന് പറയുമ്പോൾ ആ ഹംസ അവിടെ ഫസലാണ്. അവിടെ ഫഹ്റുജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു അലിഫുണ്ട്, അത് അവിടെ കാണണില്ല. കാരണം ഹാനോട് വസൽ ചെയ്തൊക്കെയാണ്. അതിനാണ് വസലിന്റെ ഹംസ എന്ന് പറയണത്. എന്നാൽ ഫസലിന്റെ ഹംസ ഉണ്ട് വേറെ പിരിക്കുന്നത്. അപ്പൊ ഈ വാക്കുകൾക്കൊക്കെ ഒരു അർത്ഥമില്ലേ സഹോദരങ്ങളെ? വസാല് എന്ന് വല്ലത്, വസാല് എന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നിനോട് ചേർക്കുക എന്ന ഈ അർത്ഥം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പ്രസവിച്ച ആട് എന്ന് എങ്ങനെ അർത്ഥം കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ വാക്കുകൾക്കൊരൊക്കെ ഒരു അർത്ഥം ഇല്ലേ?
അതാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പദങ്ങൾക്ക്, ഈ വാക്കുകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ സുആല് നടത്തി, അന്വേഷണം നടത്തി ഖുർആനിന്റെ യാഥാർത്ഥ്യങ്ങളെ വായിച്ചെടുക്കാനുള്ള വഴി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതിലേക്ക് ഖുർആനിലേക്ക് യാഥാർത്ഥ്യങ്ങളെ ഇസ്തിഖ്റാഅ് നടത്തുന്നതിലേക്ക് നിങ്ങൾക്ക് കുറുക്കു വഴികളില്ല എന്നാണ് പറയുന്നത്. ആ 3-4 കുറുക്കു വഴികളാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള കുറുക്കു വഴികൾ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ വസീലത്താണ് ഈ ഒന്നൊന്നിനോട് കണ്ണി ചേർത്തുകൊണ്ടാണ് നമ്മൾ അന്വേഷണങ്ങൾ നടത്തേണ്ടത്. ആ സിൽസില മുറിയാൻ പാടില്ല എന്നർത്ഥം. ആ കണ്ണി മുറിയാൻ പാടില്ല. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഏത് വിഷയത്തിലും നമ്മുടെ പഠനം പോവുക. നമ്മുടെ സിലബസുകൾ വരെ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. സ്കൂളുകളിലൊക്കെ ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക്, ആ വിഷയത്തിൽ നിന്ന് അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ അടുത്ത വിഷയത്തിലേക്ക്, പിന്നെ അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അടുത്ത വിഷയം, ഇങ്ങനെ ഈ വിജ്ഞാനത്തിന്റെ സിൽസില, അതിന്റെ വസാല് മുറിയാൻ പാടില്ല എന്നാ പറയണത്. അതിന്റെ വസല് മുറിയാൻ പാടില്ല, ഇങ്കിത്തായി ചെയ്യാൻ പാടില്ല. മുറിയാതെ വേണം നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാൻ. അത് അള്ളാഹു നിശ്ചയിച്ചതല്ല അങ്ങനെ സിൽസില മുറിയുന്നത് എന്നർത്ഥം. അപ്പൊ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് ഒരു വിജ്ഞാനത്തിന്റെ സിൽസില മുറിയുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. വിജ്ഞാനം നമ്മൾ അന്വേഷിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ വിജ്ഞാനത്തിന്റെ മേഖല വികസിപ്പിച്ചു കൊണ്ടുവരുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം. ഏത് മേഖലയിലാണ്, ഇപ്പൊ മാത്സിലാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖ നിങ്ങൾ എടുത്തു നോക്കുക. ആ വിജ്ഞാനത്തിന്റെ ശാഖ ഒന്നൊന്നിനോട് കണ്ണി ചേർത്തുകൊണ്ടാണ് അതിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ സിൽസില മുറിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാനത്തിന്റെ അന്വേഷണം, അതിനുള്ള ഒരു കുറുക്കു വഴി അള്ളാഹു നിശ്ചയിച്ചതല്ല എന്നാണ് പറയുന്നത്. വലാ ഹാമിൻ എന്ന് പറയുന്നത്, ഹാം എന്റെ ഇടയിൽ ഹാമീം എന്നുള്ളതിന്റെ ഇടയിൽ ഒരു അലിഫ് വന്നു, അതാണ് ഹാം. തുടർച്ചയായ 7 അധ്യായങ്ങൾ ഹാമീം കൊണ്ട് തുടങ്ങുന്നുണ്ട്. ഹാമീം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചിന്തയുടെ ഉറവിടമാണ്, വിജ്ഞാനത്തിന്റെ ഉറവിടമാണെന്ന് അർത്ഥം. ആ വിജ്ഞാനത്തിന്റെ ഉറവിടമായ ചിന്തയ്ക്ക് തടസ്സങ്ങൾ നിശ്ചയിക്കാനും പാടില്ല. ഏതെങ്കിലും പാരമ്പര്യ വിശ്വാസങ്ങളെ കൊണ്ടോ ആചാരങ്ങളെ കൊണ്ടോ അനുകരണങ്ങൾ കൊണ്ടോ. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കലായത് പറയുന്നുണ്ട്. കലായതിന് ഇവര് മൃഗങ്ങൾക്കിട്ട മാലകൾ എന്തൊക്കെയാണ് അർത്ഥം. കലായത് എന്ന് പറഞ്ഞാൽ തഖലീദാണ്, അനുകരണമാണ്. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാല്, ഹാമീം കൊണ്ട് തുടങ്ങുന്ന തുടർച്ചയായ 7 അധ്യായങ്ങളുണ്ട്. 7 അധ്യായങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അവയുടെ ആരംഭത്തിൽ ഹാമീം 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 എന്നുള്ള പറഞ്ഞോട്ടാണ് തുടങ്ങുന്നത്. ഹാ മീം എന്ന് പറയുന്നത്, മീം മസ്തറും ഹാ ഈ ഹാവ് ആണ്, ഒരു മനുഷ്യന്റെ അറിവ് ലഭിക്കുന്ന ഇടമാണ്. അപ്പൊ അതിനോടാണ് ഞാൻ പറയണത്, ഒരു മനുഷ്യന്റെ മസ്തറുൽ ഈഹ ആണ്, അല്ലെങ്കിൽ ഖുറത്തുൽ അസീർ ആണത് എന്ന് പറയുന്നത്. വിജ്ഞാനത്തിന്റെ ചിന്തയുടെ ഉറവിടം. അതിനോട് ദാല് കൂടുമ്പോഴാണ് അതിനോട് ദഫും ദാലും, അതാണ് ദാല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നമ്മളെ സമ്മർദ്ദം ചെലുത്തി തള്ളിവിടുകയും ആ ജ്ഞാനത്തിന്റെ ഇടം ഏതെന്ന് നമുക്ക് അറിയിച്ചു തരികയും ചെയ്യലാണ് ഹംദ്. അതിന്റെ അവകാശം മുഴുവൻ അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ അൽ ഹംദ് വിശദീകരിച്ചപ്പോ പറഞ്ഞിരുന്നു. അതിന്റെ ലാമ് മിൽക്ക്, അതിന്റെ അവകാശം മുഴുവൻ അള്ളാഹുവിനാണ് എന്നുള്ളതാണ് ആ ഹംദിന്റെ അവകാശം. അതാണ് അൽ ഹംദു ലില്ലാഹി. ആ ലാമ് മിൽക്കിനാണ് പറഞ്ഞത് എന്ന് നമ്മൾ അൽ ഹംദ് വിശദീകരിച്ചതാണ്. ഫിക്ർ എന്നുള്ളതിൽ നിന്ന് മുഫക്കിർ ഉണ്ടാവുന്നത് പോലെ ഹംദ് എന്നുള്ളതിൽ നിന്നാണ് പിന്നെ മീം, അതിന്റെ മഖാമിലേക്ക് എത്തുന്ന വ്യക്തിയാണ് പിന്നെ മുഹമ്മദ് ആയിത്തീരുന്നത്.
അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് വിശദീകരിച്ചതാണ്. അത് സാന്ദർഭികമായിട്ട് എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ ആ വിഷയം ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഹാമീം എന്നുള്ളതിന്റെ നടുവിൽ ഒരു അലിഫ് വന്നുകൊണ്ട് ഹാമീം, ഹാം എന്നുള്ളത് പറയണേ, അതായത് നമ്മുടെ ചിന്തയെ മുഴത്തലാക്കാനും പാടില്ല. നമ്മുടെ ചിന്തക്കും പഠനത്തിനും അന്വേഷണത്തിനും നമ്മൾ അവധി കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇനി പിന്നെ ചിന്തിക്കാനും പഠിക്കാനും അന്വേഷിക്കാനൊന്നും പോണില്ല. എൻ്റെ ചിന്തയുടെ ഉറവിടം ഞാൻ പ്രവർത്തിപ്പിക്കുന്നില്ല. ഇനി ഞാൻ അനുകരിക്കാനാണ് പോണത്, അന്ധമായി വിശ്വസിക്കാനാണ് പോണത്. പാരമ്പര്യങ്ങളെ, പൈതൃകങ്ങളെ ചോദ്യം ചെയ്യാതെ, അതിനെക്കുറിച്ച് അതിലെ ശരിതെറ്റുകളെ അന്വേഷിക്കാതെ അന്ധമായി അനുകരിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന തീരുമാനം എടുക്കാനും പാടില്ല. അതും അള്ളാഹു നിശ്ചയിച്ചതല്ല എന്നാണ് പറയുന്നത്. അതാണ് ഹാം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാക്കുക. അപ്പൊ വിജ്ഞാനത്തിന്റെ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ, ഖുർആനിനെ യാഥാർത്ഥ്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും എന്നാ ഖുർആൻ അതിന്റെ മുമ്പ് പറഞ്ഞത്. അല്ലാതെ അതിന് കുറുക്കു വഴികളൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് വലാകിന്നല്ലദീന കഫറു, പക്ഷെ ചിന്തയെ, അതാണല്ലോ കുഫർ, തൻ്റെ കാഫിറാണല്ലോ, തൻ്റെ ചിന്തയെ, ഫിറൗനാണ് കാഫിർ, ഞാൻ കണ്ടതല്ലാതെ നിങ്ങൾ കാണരുത് എന്ന് പറയുന്ന ആ അവസ്ഥ, തൻ്റെ റുയ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവൻ, അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ തയ്യാറാകാത്ത ആളുകൾ, യഫ്തറൂന അലല്ലാഹിൽ കദിബ, അവരാണ് വ്യാജങ്ങൾ ഉണ്ടാക്കുകയാണ് ദൈവത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജങ്ങൾ കെട്ടിച്ചമക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചിന്തിക്കാത്തവർക്ക് പിന്നെ അതേ വഴിയുള്ളൂ. വാക്കസർഹും ലായാക്കിലുൻ, അവിടെ നോക്കൂ നിങ്ങൾ പിന്നെ ഉപയോഗിക്കുന്നത്. അധികം ആളുകളും പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അപ്പൊ വിഷയം എന്താണ്? നമ്മുടെ ചിന്തയും ബുദ്ധിയും ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചാണ് ആ പറയുന്നത്. ആ വചനം അവസാനിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ നോക്കൂ, വാക്കസർഹും ലായാക്കിലുൻ, മഹാഭൂരിപക്ഷവും ബുദ്ധി ഉപയോഗിക്കുന്നില്ല, അവരുടെ അഖില്, ചിന്ത ഉപയോഗിക്കുന്നില്ല. പല ആളുകളും പറയുന്നുണ്ട് മഹാഭൂരിപക്ഷം അങ്ങനെയാണല്ലോ പോകുന്നതെന്ന്. ഞാൻ അതിനുള്ള മറുപടി പറയാറുള്ളത് അക്സറിനെ ഖുർആൻ അംഗീകരിച്ചിട്ടില്ല എന്നാണ്. അക്സർഹും ലാ യുമിനൂൻ, അക്സർഹും ലാ യഅഖിലൂൻ, അക്സർഹും ലാ യഅലമൂൻ, അക്സർഹും എന്ന് പറഞ്ഞിട്ടാണ്. അക്സറിനെ എവിടെയൊക്കെ അക്സർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മഹാഭൂരിപക്ഷം അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മഹാഭൂരിപക്ഷത്തിന്റെ കൂടെ പോകേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഈ വിഷയം എങ്ങനെ നോക്കൂ, കദിബ്, ലായാഖിലൂൻ എന്നൊക്കെയാണ്, യഫ്തറൂന അലല്ലാഹിൽ കദിബ എന്നൊക്കെ പറയുന്നത് നോക്കൂ. കുഫർ, തന്റെ റുയ്യത്ത് ചിന്തിക്കാൻ തയ്യാറാകാതെ തന്റെ റുയ്യത്തിൽ മാത്രം കാഫിയാക്കിയവൻ, മതിയാക്കിയവൻ. അങ്ങനെ മതിയാക്കുന്ന വ്യക്തികൾക്ക് പിന്നെ വ്യാജങ്ങളല്ലാതെ അവർക്ക് ആശ്രയിക്കാൻ കഴിയില്ല. സ്വയം, അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ സഹോദരങ്ങൾ സ്വയം ചിന്തിക്കണം, സ്വയം അന്വേഷിക്കണം, യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടണം നിങ്ങൾക്ക്. ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു മാഷ് എന്തെങ്കിലും പറഞ്ഞതിന് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് നിരന്തരമായി ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടെങ്കിലേ നമുക്ക് അത് നമ്മുടെ യാഥാർത്ഥ്യമാവുള്ളൂ. അല്ലാത്തിടത്തോളം കാലം അത് നമ്മെ സംബന്ധിച്ച് ഊഹമാണ്, അത് മറ്റൊരാൾക്ക് സത്യമാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ ലായഖിലൂൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടരുത്. എൻ്റെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സഹോദരങ്ങൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ചാൽ അവര് നമ്മളെക്കാളൊക്കെ 1000 അല്ല അതിന് എത്രയോ മടങ്ങ് അവരുടെ കഴിവ് ഉള്ള ആളുകളായിരിക്കും അവർ. ഇതിനപ്പുറത്തേക്ക് 1000 മടങ്ങ് അവരുടെ വിജ്ഞാനത്തിന്റെ മേഖല ഈ വിഷയത്തിൽ അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കരുത്, അനുകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല, നിങ്ങൾ ചിന്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും ആണ് അതിനെക്കുറിച്ച്. അപ്പൊ ബഹീറത്ത്
സായിബത്ത്, വസീലത്ത്, ഹാം. ബഹിറത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെ വിശാലമായ സാഗരത്തെ പരിമിതമാക്കി ചുരുക്കി കൊണ്ടുവന്ന് ഒരു പ്രത്യേകമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുക്കുക. സായിബത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ അതിൻ്റെ ഉള്ളടക്കം, ഒരു വിഷയത്തിന്റെ ഉള്ളടക്കം എന്താണോ, കളിയ എന്താണോ, അതിലേക്ക് എത്താത്ത അവസ്ഥ, അതൊന്നും അള്ളാഹു നിശ്ചയിച്ചതല്ല. വസീലത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തെ ഇഴ ചേർത്തുകൊണ്ട്, കണ്ണി ചേർത്തുകൊണ്ടാണ് വിജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ അന്വേഷിച്ചു പോകേണ്ടത്. പക്ഷെ ആ കണ്ണിയെ മുറിക്കാൻ പാടില്ല. അതും മുറിക്കുക എന്നുള്ളതും അള്ളാഹു നിശ്ചയിച്ചതല്ല. വല ഹാമിൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ അവധി കൊടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് തലവും ഞാൻ വിശദീകരിച്ചു. പാരമ്പര്യ പരിഭാഷ വിശദീകരിച്ചു. 8 10 പെറ്റത്, 10 പെറ്റത്, 5 പെറ്റത്, അതുപോലെ തന്നെ ഇരട്ട പെറ്റത്, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പെറ്റത്, അലഞ്ഞു നടക്കുന്ന കൂറ്റൻ, ഇങ്ങനെയൊക്കെ ഇത്തരം ഇതൊക്കെയാണ് എന്നുള്ളത്. ആ തലം, 2 തലങ്ങളിൽ ഏത് തലമാണ് ശരി എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുകയും ശരിയെന്ന് ബോധ്യപ്പെടുന്നത് സ്വീകരിക്കുകയും ചെയ്യുക. സലാം.